ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കേക്ക് റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു വൈറ്റ് ചോക്ലേറ്റ് കേക്കാണേ. ഒരു സിമ്പിൾ ഡിസൈനാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഒരു വൈറ്റ് കളറിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഡിസൈനാണ്. അപ്പം നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. എപ്പോഴും ചെയ്യുന്ന പോലെ 3 പ്രാവശ്യം തന്നെ ഇത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിനെ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. നമ്മൾ എടുക്കുന്ന ഈ മുട്ട എല്ലാം റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം മുമ്പ് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളിവിടെ ഉപയോഗിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഈ പാത്രങ്ങൾ നമ്മൾ എടുക്കുന്ന എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. അതായത് വെള്ളത്തിൻ്റെ അംശമേ പാടില്ല. മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പതയുന്നിടം വരെ ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 2-3 ബാച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം സ്ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ പാലൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇനി ഫൈനലായിട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇടുക, കുറച്ച് പാലൊഴിക്കുക, ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെയും പൊടി ഇടുക, പാലൊഴിക്കുക, ബീറ്റ് ചെയ്യുക. അങ്ങനെ 3 ബാച്ചായിട്ട് ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് ബീറ്റർ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇതിനെ അടിച്ച് പതപ്പിക്കുകയൊന്നും ചെയ്യരുത്. ലോ സ്പീഡിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 6 ഇഞ്ചിന്റെ ഒരേ വലുപ്പത്തിലുള്ള 2 ടിന്നുകളാണ്. അപ്പോൾ എനിക്ക് ഈ കേക്ക് കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഹൈറ്റഡ് കേക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹൈറ്റഡ് കേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പം ദേ നമുക്ക് ബാറ്റർ 2 ടിന്നിലായിട്ട് ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യേണ്ടത്. 2 ടിന്നും നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് 10 മിനിറ്റ്സ് പ്രീഹീറ്റായി കിടക്കുന്ന നമ്മുടെ ബേക്കിംഗ് ഓവനിലേക്ക് ടിന്നുകൾ വെച്ച് കൊടുക്കാം. കേക്ക് ബേക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. എന്നിട്ട് ഇത് ആറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ചൂടാറിയ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒരു ബൗളും പിന്നെ ബീറ്ററിന്റെ ബ്ലേഡും കൂടെ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സ്ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഈ ക്രീമിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്കൊരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചോക്ലേറ്റിനെ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കണം. ഒരു 30 സെക്കൻഡ്സ് ചെയ്താൽ മതി. അപ്പം എന്താ ഇങ്ങനെ ചെറുതായിട്ട് മെൽറ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു 25 ഗ്രാം വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കണം. ഒരു 30 സെക്കൻഡ്സ് വീണ്ടും ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ആ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഉടച്ചുടച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല സ്മൂത്ത് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. കട്ടകളൊന്നും കൂടാതെ തന്നെ എടുക്കണം. ഇത് ചൂട് മാറാനായിട്ട് ഇതിനെ ഒന്ന് മാറ്റി വെക്കണം. നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചൂട് മാറിയതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സ് ചെയ്യണം.
30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടൊക്കെ പോയതിന് ശേഷം അതിൻ്റെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിനെ ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്യണം. അതിന് മുമ്പ് ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ആ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിങ്ങ് മാറ്റിയെടുക്കാം. 3 ലെയറായിട്ട് ഇതിനെ കട്ട് ചെയ്യുക. അടുത്ത കേക്ക് ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ച് അതിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കണം. അതിൻ്റെ പുറത്തേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഉള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് സോക്ക് ചെയ്യണം. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കണം. പിന്നെ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ വലിയ ഫിനിഷിംഗ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് പല പല ലേസ് വെക്കാനുള്ളതാണ്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. കേക്ക് കഴിക്കുമ്പം ഈ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്ത് ഷുഗർ സിറപ്പ് ഒഴിക്കുക, പിന്നെ ക്രീം വെച്ച് കൊടുക്കുക, ചോക്ലേറ്റ് ഒഴിക്കുക. അങ്ങനെ ആ പ്രൊസീജിയർ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അങ്ങനെ നമ്മുടെ 6 ലെയറും വെച്ച് കഴിഞ്ഞു. ഇതൊരു ടോൾ കേക്ക് ആയത് കാരണം, ഹൈറ്റ് ഉള്ളത് കാരണം നമുക്കൊന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ നമുക്ക് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഒന്ന് സേഫ് ആയിട്ടൊന്ന് മറിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യേണ്ട കേക്ക് ആണെങ്കിൽ ഞാനൊരു 3 എണ്ണം വെക്കാറുണ്ട്. ഇത് കുറച്ച് അടുത്താണ്, അത് കാരണം ഞാനൊരു 2 സ്ക്വയർ ഇതിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തും ക്രീം ഇട്ടങ്ങ് കവർ ചെയ്യുക. എന്നിട്ട് സൈഡെല്ലാം നന്നായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കണം. ക്രം കോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ പാടുള്ളൂ ക്രീം ഇട്ടിട്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ആവാൻ വെക്കും. കാരണം ഈ ക്രംസ് കേക്കിൻ്റെ ഒക്കെ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത് ക്രീം ഇടുമ്പോൾ അത് പുറത്തേക്ക് വരില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കേക്കിനെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ സൈഡിലത്തെ ക്രീമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിങ്ങ് മാറ്റാം. എന്നിട്ട് ഇതിനെ ഫ്രീസറിലോട്ട് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഒട്ടും സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഞാൻ വെക്കാറുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ക്രീം ബാക്കി വന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡാണല്ലോ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പിങ്ക് കളർ ജെൽ കളേഴ്സ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ജെൽ കളേഴ്സ് തന്നെ യൂസ് ചെയ്യണം ക്രീമിൽ. അപ്പം ഇതിലേക്ക് ജെൽ കളർ ഒരു പിങ്ക് ഷെയ്ഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ കുറച്ച് ക്രീമേ ഉള്ളത് കാരണം ഞാനിങ്ങനെ സ്പാച്ചുല ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ഈ പിങ്ക് ക്രീം മാറ്റിയിട്ട് ഞാൻ ഈ കേക്കിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ബാക്കി വന്ന വൈറ്റ് കളർ ക്രീമെല്ലാം ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ കേക്ക് കവർ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഇനി ഡിസൈൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് ടോപ്പിൽ വെറുതെ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഡിസൈൻ. കേക്ക് ബോർഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെയാണ് ബർത്ത്ഡേ. അവളുടെ പേര് അബിഗേൽ എന്നാണ്. ഞങ്ങൾ ആബി എന്ന് വിളിക്കും. അപ്പം അബിഗേലിന് അതിലേക്കൊന്ന് എഴുതി കൊടുക്കണം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ പേര് എഴുതുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ അങ്ങനെ വലിയ ഷേപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കേക്കുമായിട്ട് പോയത്. ഞാനും ഈത്തനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ ചെന്ന് കേക്കൊക്കെ കൊടുത്തു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ആബിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.